Post Manual Volume 5 definition 15A. Corporate mail office or bulk mail centers. Consequent on the increase of corporate mails, RMS unit, that is corporate mail office bulk mail centers are opened in big cities. അതായത് കോർപ്പറേറ്റ് മെയിൽസ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ബിഗ് സിറ്റീസിൽ കോർപ്പറേറ്റ് മെയിൽ ഓഫീസ് ഓർ ബൾക്ക് മെയിൽ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, RMSൻ്റെ തന്നെ യൂണിറ്റ് ആയിട്ട്. ഈച്ച് ബൾക്ക് മെയിലർ, അപ്പോൾ ബൾക്ക് മെയിലർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. എ ഫേം വിച്ച് ഈസ് capable ഓഫ് പോസ്റ്റിംഗ് ഓഫ് 5,000 അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ 250 രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ അറ്റ് എ ടൈം ഈസ് ഐഡന്റിഫൈഡ് എ ബൾക്ക് മെയിലർ. അതായത് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് 5000 എണ്ണം അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ 250 എണ്ണം ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് ബൾക്ക് മെയിലർ എന്ന് പറയുന്നത്. ദീസ് ബൾക്ക് മെയിലേഴ്സ് ആർ സപ്ലൈഡ് വിത്ത് കസ്റ്റമൈസ്ഡ് സോർട്ടിംഗ് ലിസ്റ്റ്. അതായത് അവർക്കൊരു സോർട്ടിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ ബണ്ടിൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ ബൾക്ക് മെയിലേഴ്സ് ആസ് പെർ ദ കസ്റ്റമൈസ്ഡ് സോർട്ടിംഗ് ലിസ്റ്റ്. ദ ഡീറ്റെയിൽസ് ഓഫ് ബണ്ടിൽസ് പ്രിപ്പയർഡ് ആർ entered in one invoice which is prepared in duplicate and brought to the bulk mail centers. The officer in charge of the center verify bundle received from each bulk mailer with reference to invoice received and group them destination wise for further dispatch. അതായത് ബൾക്ക് മെയിലേഴ്സിന് ഒരു സോർട്ടിംഗ് ലിസ്റ്റ്, ഒരു കസ്റ്റമൈസ്ഡ് സോർട്ടിംഗ് ലിസ്റ്റ് ആണ് അത് കൊടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോർട്ടിംഗ് ലിസ്റ്റ്. അപ്പോൾ അവർ ആ സോർട്ടിംഗ് ലിസ്റ്റ് പ്രകാരം ബണ്ടിൽസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഒരു ഇൻവോയ്സ് എങ്ങനെയാണ്, ഡ്യൂപ്ലിക്കേറ്റിലാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുക. അത് എന്നിട്ട് ബൾക്ക് മെയിൽ സെൻറ്ററിലെ ഇൻചാർജിന് കൈമാറും. അങ്ങനെ ബൾക്ക് മെയിൽ സെൻറ്ററിൽ നിന്ന് അത് ഡെസ്റ്റിനേഷൻ വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യും. അതാണ് സംഭവിക്കുക. പിന്നെ 15B മാസ് മെയിലിംഗ് സെൻറ്റേഴ്സ്, MMC. In order to help the customers who are regularly posting maximum number of letters, Department of Post chartered assistant centers which are called mass mailing centers in bigger cities. The responsibility of this center is to receive the loose letters, circulars and blank envelopes separately from the customers and help them in writing the address, enclose the circulars or letters inside the envelope, and if necessary affixing the postage stamp, franking the mail. For this purpose, mass mailing centers may engage the assistance of college students, housewives, pensioners, etc. on payment of some amount on hourly basis. To meet this expenditure, the customers will have to pay extra in addition to the postage as decided by the department from time to time. അതായത് മാസ് മെയിലിംഗ്, അതായത് കസ്റ്റമേഴ്സ് അതായത് മാക്സിമം നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ ഓരോ കത്തും എൻവലപ്പിലിടുക, അഡ്രസ്സ് എഴുതുക, സ്റ്റാമ്പ് ഒട്ടിക്കുക, എൻവലപ്പ് ഒട്ടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറേ ഡിലേ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ മാസ് മെയിലിംഗ് സെൻറ്റേഴ്സൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബിഗ്ഗർ സിറ്റീസിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഇവിടെ എങ്ങനെ ചെയ്യുക വെച്ചാൽ ലൂസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ സർക്കുലേഴ്സോ ഒരു ബ്ലാങ്ക് എൻവലപ്പ് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിട്ട് ഈ മറ്റേ കണ്ടൻസ് എൻവലപ്പിൻ്റെ ഉള്ളിൽ ഇടുക, അതിൽ എൻവലപ്പിൽ അഡ്രസ്സ് എഴുതുക, എൻവലപ്പ് പേസ്റ്റ് ചെയ്യുക, പിന്നെ അതിൽ സ്റ്റാമ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ ഫ്രാങ്ക് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും. കസ്റ്റമേഴ്സിന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് ഈ മാസ് മെയിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫല്ല, ഈ ബിഗ്ഗർ സിറ്റീസിലാണ്. അവിടെ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ഓർ പെൻഷനേഴ്സ് അവരുടെ അസിസ്റ്റൻസോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ഒരു പാർട്ട് ടൈം ജോലി പോലെ, അപ്പോൾ അവർക്ക് അതിന് ഹവർലി ബേസിസ് ആയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു എക്സ്ട്രാ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഈ ഒരു ആർട്ടിക്കിളിൽ ഇത്ര എന്നുള്ള ഇത്ര എമൗണ്ട് കൂടുതൽ, അത് സാധാരണ ഒരു ലെറ്റർ അയക്കാൻ 5 രൂപയാണെങ്കിൽ ഇതിനൊരു 10 പൈസയോ അല്ലെങ്കിൽ 20 പൈസയോ കൂടുതൽ എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കും. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ വാങ്ങിക്കും. അതിൽ നിന്നാണ് ഇവർക്ക് ഹവർലി അസിസ്റ്റൻസിന് പൈസ കൊടുക്കുന്നത്. ഈ കോളേജ് സ്റ്റുഡൻസിന് ഇവർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള എക്സ്പെൻഡിച്ചർ അങ്ങനെയാണ് കൊടുക്കുന്നത്. 15C എന്ന് പറയുന്നത് പ്രസ് സോർട്ടിംഗ് ഓഫീസ്. This sorting office is situated on the premises of the newspaper. The entire expenditure toward wages for the establishment is borne by the newspaper publisher, apart from providing required stationery for working the sorting office.
This office worked to suit the dispatch timing of the newspaper and close direct letter back to the post offices by sorting offices concerned, which are dispatched through local regular sorting office. അതായത് പ്രസ് സോർട്ടിംഗ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ പ്രിമൈസസിൽ തന്നെ ഉള്ള ഒരു സോർട്ടിംഗ് ഓഫീസാണ്. അവിടെ ആ ഓഫീസിലെ എൻ്റയർ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിങ് വേജസ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതൊക്കെ ന്യൂസ് പേപ്പർ പബ്ലിഷർ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, വർക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റേഷനറി മാത്രമാണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. റിക്വയർഡ് സ്റ്റേഷനറി മാത്രമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. ബാക്കി അവിടെ ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിങ് വേജസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ വേജസ് അടക്കം ന്യൂസ് പേപ്പർ പബ്ലിഷറാണ് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് പേപ്പറിന്റെ ഡെസ്പാച്ച് ടൈമിങ്ങിന് സ്യൂട്ട് ചെയ്യുന്നതിനും പിന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് സോർട്ടിംഗ് ഓഫീസ് കൺസൈഡിലേക്ക് ബാഗ് കെട്ടുക ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് പേപ്പർ പ്രിമൈസസിൽ തന്നെ പ്രസ് സോർട്ടിംഗ് ഓഫീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. Mail offices located at our railway stations are designated by the name of the stations followed by the letters RMS, while those not so located are designated sorting office, that is Delhi RMS, Hindustan Times Press Sorting Office. അതായത് ഇതുണ്ടല്ലേ, ഏത് മെയിൽ ഓഫീസായിട്ടാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനിലുള്ള മെയിൽ ഓഫീസ് അതിൻ്റെ പേര് ആദ്യം വരും, പിന്നെ RMS വരും, അതിൻ്റെ ശേഷമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ന്യൂസ് പേപ്പർ പ്രസ് സോർട്ടിംഗ് ഓഫീസ്. അങ്ങനെയാണ് പേര് ഡിസൈൻ ചെയ്യാൻ. RMSന്റെ റെയിൽവേ സ്റ്റേഷൻ്റെയും പേര് ആദ്യം വരും, നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ. പിന്നെ റെക്കോർഡ് ഓഫീസ്. എ റെക്കോർഡ് ഓഫീസ് 16 റൂൾ 16. A record office is a stationary office of the railway mail service where the work papers of the section attached to it are prepared, checked and placed on record, and by which all forms, bags and stationery required for the use of those sections are supplied. The officer in charge of a record office is designated a record officer. റെക്കോർഡ് ഓഫീസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ഓഫീസാണ് റെയിൽവേ മെയിൽ സർവീസിന്റെ. അവിടെ എന്താ വെച്ചാൽ സെക്ഷൻസ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ സെക്ഷൻസ് പറയുന്നത് റെയിൽവേ ട്രെയിനിലൊക്കെ ഉള്ള സെക്ഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ആ സെക്ഷൻസിന്റെ വർക്ക് പേപ്പേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ചെക്ക് ചെയ്യുക, അതൊക്കെ റെക്കോർഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ റെക്കോർഡ് ഓഫീസിന്റെ ഡ്യൂട്ടി. പിന്നെ ഈ ഫോംസ്, ബാഗ്സ്, സ്റ്റേഷനറി അങ്ങനെ സെക്ഷനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളതും റെക്കോർഡ് ഓഫീസിന്റെ ഡ്യൂട്ടിയാണ്. അവിടുത്തെ ഒഫീഷ്യൽ ഇൻചാർജ് പറയുന്നത് റെക്കോർഡ് ഓഫീസർ ആയിരിക്കും. പിന്നെ ഹെഡ് റെക്കോർഡ് ഓഫീസ് ഉണ്ട്. Head Record Office, it is a stationary office situated at the headquarters of RMS division, which, in addition to the ordinary duties of a record office, is entrusted with the preparation, salary and contingent bills for the entire division, and the accounts connected therewith is termed as a head record office. The official in charge of a head record office is designated a head record officer. അതായത് ഹെഡ് റെക്കോർഡ് ഓഫീസ് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് RMS ഡിവിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള റെക്കോർഡ് ഓഫീസാണ്. അതിൽ എല്ലാ റെക്കോർഡ് ഓഫീസിന്റെ എല്ലാ ഡ്യൂട്ടീസും ഉണ്ട്. അതിന്റെ അഡീഷണൽ ആയിട്ട് ഈ ഡിവിഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും മറ്റേ സാലറി, പിന്നെ കണ്ടീജന്റ് ബിൽസ്, അങ്ങനത്തെ കാര്യങ്ങളും അക്കൗണ്ട്സും എല്ലാം ഡീൽ ചെയ്യുന്നത് ഈ ഹെഡ് റെക്കോർഡ് ഓഫീസിലായിരിക്കും. ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് എ ഹെഡ് റെക്കോർഡ് ഓഫീസ് ഈസ് ഡെസിഗ്നേറ്റഡ് എ ഹെഡ് റെക്കോർഡ് ഓഫീസർ. 18. Sub Record Office. A Sub Record Office is a stationary office of the Railway Mail Service situated at the same station as a mail office, where the work papers of the mail office as well as the sections, if any, attached to the Sub Record Office are prepared, checked and placed on record, and by which all forms, bags and stationery are required for the use of mail office and the sections are supplied. The official in charge of the sub-record office is designated a sub-record officer. A sub-record officer may also work as head sorting assistant or sorting assistant or mail agent. A sub-record office എന്ന് പറയുന്നത് ഈ റെക്കോർഡ് ഓഫീസിന്റെ മുകളിൽ സ്റ്റാറ്റസ് ഉള്ളതാണ്. അത് സെയിം തന്നെയാണ്, RMS സ്റ്റേഷനറി ഓഫീസ് തന്നെയാണ്. മെയിൽ ഓഫീസിൽ ഉള്ള റെക്കോർഡ് ഓഫീസാണ് ഈ സബ് റെക്കോർഡ് ഓഫീസ്. നമ്മുടെ തിരൂര് RMS ഓഫീസിലൊക്കെ സബ് റെക്കോർഡ് ഓഫീസാണ് ഉണ്ടാവുക. അവിടെ ചെയ്യുന്നത് സാധാരണ പോലെ വർക്ക് പേപ്പേഴ്സ് മെയിൽ ഓഫീസിന്റെയും സെക്ഷൻസിന്റെയും എല്ലാം
വർക്ക് പേപ്പേഴ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ചെക്ക് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇവിടെ മെയിൽ ഓഫീസിലേക്കും സെക്ഷനിലേക്കും ആവശ്യമുള്ള ഫോംസും ബാഗ്സും സ്റ്റേഷനറിയും സപ്ലൈ ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ സബ് റെക്കോർഡ് ഓഫീസിലാണ് ചെയ്യുക. സബ് റെക്കോർഡ് ഓഫീസിന്റെ കീഴിൽ മെയിൽ ഓഫീസും ഉണ്ടാവും, അല്ല മെയിൽ ഓഫീസിന്റെയും സെക്ഷൻ